അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നവന് വിടുതലുണ്ട്. നിങ്ങൾ എന്തിനോടാണ് പറ്റിയിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തോടാണെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു മുന്തിരി വള്ളിയോട് ഒരു കൊമ്പ് ചേർന്നിരിക്കുന്നത് പോലെ നിങ്ങൾ യേശുവിനോട് ചേർന്നിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഞാൻ നിങ്ങളെ വിടുവിക്കുന്ന യഹോവ ആകുന്നു. എന്ത് വിടുതലാണ് ദൈവം തരുന്നത്? ദൈവം തരുന്ന വിടുതൽ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. നിന്റെ വിഷയം അതെത്ര വലുതായിരുന്നാലും, അത് പ്രാണനിലായിരുന്നാലും, അത് സന്ധിമജ്ജകളിലായിരുന്നാലും, ആത്മാവിലായിരുന്നാലും, അവിടം വരെ തുളച്ചു ചെന്ന് ഒരു വിടുതലയച്ച് മടങ്ങി വരാൻ കഴിവുള്ള വചനം, വിടുതലയക്കാൻ വചനം പുറപ്പെടുന്നുണ്ടെന്ന ദൈവവചനത്തോടാണോ നിങ്ങൾ പറ്റിയിരിക്കുന്നത്? വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വചനത്തോടാണ് നിങ്ങൾ പറ്റിയിരിക്കുന്നതെങ്കിൽ എന്താണ് ആ വചനത്തിൻ്റെ എഫക്റ്റ്? ആ വചനത്തിൻ്റെ എഫക്റ്റ് സൗഖ്യമാണ്. ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ്റിയിരിക്കുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണും. നിങ്ങൾ ദൈവവചനത്തോട് ഇന്ന് പകൽ പറ്റിയിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. നിങ്ങൾ എന്നോട് പറ്റിയിരുന്നാൽ, ഇന്നലകളിൽ കാട്ടുമുന്തിരിക കായ്ച്ച അനുഭവത്തിൽ നിന്ന്, കാട്ടൊലിവിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽ ദൈവത്തിനും മനുഷ്യർക്കും രസമുണ്ടാക്കുന്ന വീഞ്ഞ് നിന്നിൽ നിന്ന് പുറത്തു വരും. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ നീ ഒരു സ്പെഷ്യലായിരിക്കും. നിനക്ക് ഡിമാൻഡ് ഉണ്ടാകും, നിനക്ക് വില കൂടും. പ്രിയപ്പെട്ടവരെ, പറ്റിയിരിക്കാമോ? ദൈവത്തോട് പറ്റിയിരിക്കാമോ? ലോകത്തോടുള്ള ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തോടല്ല പറ്റിയിരിക്കേണ്ടത്, ദൈവത്തോടാണ് പറ്റിയിരിക്കേണ്ടത്. പറ്റിയിരിക്കുമെങ്കിൽ വിടുതൽ നിശ്ചയമാണ്. ദൈവ സാന്നിധ്യം കൊതിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ജാഗരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.